സമസ്ത ലീഗ് പ്രശ്നം നമുക്കറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത് കത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും PMA സലാം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അധിക്ഷേപിച്ചു എന്ന് പറയുന്ന വിഷയം അത് വലിയ പ്രതിഷേധം സമസ്തയ്ക്കുള്ളിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ലീഗിനെതിരെ അത് ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അവർ. ഇപ്പോൾ UDFന് PMA സലാമിന്റെ നടപടിക്കെതിരെ സമസ്ത പരാതി നൽകിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സലാമിനെ നിലയ്ക്ക് നിർത്തണമെന്നാവശ്യപ്പെട്ട് UDF കോൺഗ്രസ് നേതൃത്വങ്ങൾക്ക് ഒരു കൂട്ടം പ്രവർത്തകരാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയുടെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. PV കുട്ടൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ വാർത്തയുടെ ചിത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. കുട്ടൻ, ഈ PMA സലാമും സമസ്തയും തമ്മിലുള്ള വിഷയം കഴിഞ്ഞ കുറേ നാളുകളായി കത്തി നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ അത് കൂടുതൽ രൂക്ഷമാകുന്നു. സലാമിൻ്റെ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയുള്ള പരാമർശം അത് മറ്റു തലങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സമസ്തയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധം വരുന്നു. അവർ ആ പ്രതിഷേധം ലീഗ് നേതൃത്വത്തോട് പറയുന്നു. ഇപ്പോൾ UDF നേതൃത്വത്തിന് ഒരു കൂട്ടം പ്രവർത്തകർ പരാതി നൽകിയിരിക്കുകയാണല്ലോ. മനു, സമസ്തയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ അനുഭാവികളും നേതാക്കളുമായ 11 പേരാണ് ഇപ്പോൾ UDFന്റെയും കോൺഗ്രസിന്റെയും സംസ്ഥാന നേതൃത്വത്തിന് PMA സലാമിനെ നിലക്ക് നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് വളരെ വിശദമായ ഒരു കത്താണ് തയ്യാറാക്കി നൽകിയിരിക്കുന്നത്. മെയിൽ വഴിയാണ് അയച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് സമീപകാലത്ത് സമസ്തയുടെ അധ്യക്ഷനെയും നേതാക്കളെയും പ്രവർത്തകരെയും അപമാനിക്കുന്ന സമീപനം UDFിലെ ചില നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായും ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായ PMA സലാമിന്റെ ഭാഗത്താണ് അത്തരമൊരു നിലപാടുകൾ ഉണ്ടാവുന്നത്. കോൺഗ്രസ് മത്സരിച്ച പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലെ വിവിധ ഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ വിജയത്തെ ബാധിക്കുന്ന വിധത്തിൽ സമസ്തക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്താൻ ലീഗിലെ ഒരു വിഭാഗം ശ്രമിച്ചിരുന്നു. അവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തെ പോലും സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ ദുഷ്പ്രചരണം നടത്താൻ വേണ്ടി ഉപയോഗിക്കുകയാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. അതോടൊപ്പം തന്നെ സമസ്തയിലെ ലീഗ് അനുഭാവികൾ മാത്രമല്ല കോൺഗ്രസിന്റെ പ്രവർത്തകരും ആ സമസ്തയിലുണ്ട്. അത്തരത്തിൽ സമസ്തയിലെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരെയും അനുഭാവികളെയും വരെ വേട്ടയാടുകയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വമെന്നും വളരെ ഗുരുതരമായ ആരോപണം ഈ നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായ വിഷമത്തിന് പരിഹാരം കാണണം, സമസ്തക്കെതിരെ നടത്തുന്ന വിഭാഗീയ പ്രചരണത്തിൽ നിന്ന് മുസ്ലിം ലീഗിനോട് പിന്മാറണമെന്ന് ആവശ്യപ്പെടണമെന്നും അഭ്യർത്ഥിക്കുന്നതായി കാണിച്ചുകൊണ്ടാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ, VD സതീശൻ, K സുധാകരൻ എന്നിവർക്കാണ് കത്ത് അയച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ കത്ത് അയച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിമാരായ റഹീം വെട്ടക്കാരൻ, സലീം കൈപ്പമംഗലം എന്നിവരുടെ നേതൃത്വത്തിലാണ്. അതിനകത്ത് KSയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും ജില്ലാ ബ്ലോക്ക് നേതാക്കൾ ഉൾപ്പെടെ ഷഹദ് മുഴിക്കൽ, ആസിഫ് KM, സയ്യിദ് ത്വാഹ ഹുസൈൻ ജിഫ്രി, അബ്ദുൽ അസീസ് പാടലെടുക്ക, ഷക്കീർ ദേശമംഗലം, അബ്ദുൽ വാജിദ് CK, ഹാഷിം വെള്ളിമാടുകുന്ന്, സാലിഹ്, മുഹമ്മദ് ഇസാഖ് എന്നിങ്ങനെ 11 പേർ ഒപ്പിട്ടുകൊണ്ടുള്ള കത്താണ് ഇപ്പോൾ UDFന്റെയും കോൺഗ്രസിന്റെയും സംസ്ഥാന നേതൃത്വത്തിന് അയച്ചിരിക്കുന്നത്. മനു, ശരി, ഓക്കെ. PV കുട്ടൻ വിവരങ്ങൾ നൽകിയത്. സമസ്ത നേതൃത്വത്തിനെതിരായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ PMA സലാമിന്റെ അധിക്ഷേപത്തിൽ UDFന് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു ഒരു സംഘം പ്രവർത്തകർ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.